വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വൈദ്യുത പദ്ധതികൾ തന്നെ നമുക്കറിയാം: ജലവൈദ്യുത പദ്ധതി, താപവൈദ്യുത പദ്ധതി, കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന, അങ്ങനെ കുറച്ചധികം കാറ്റഗറികൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളാണ്. അപ്പൊ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഏത് നദിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം ഏത് പറയണം? പെരിയാർ നദിയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാറാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല എന്നാ ചോദിക്കുന്നത് എങ്കിൽ നമ്മൾ ഇടുക്കി ജില്ല പറയും. ഏത് ജില്ലയെ പറയാ? ഇടുക്കി ജില്ല. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി. അതുകൊണ്ട് തന്നെ ഇടുക്കിയെ നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെയാണ്: പവർ ഹൗസ് ഓഫ് കേരള. എന്താണ്? പവർ ഹൗസ് ഓഫ് കേരള. കേരളത്തിന്റെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഇടുക്കിയാണ്. അപ്പൊ എന്താ പറഞ്ഞേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയാണ്. പവർ ഹൗസ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേര് പള്ളിവാസൽ എന്നാണ്. എന്താണ് പേര്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. 1940 പെരിയാറിന്റെ പോഷക നദിയായ 1940 പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ പണിതീർത്തതാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഏത്? പള്ളിവാസല്. ഇത് ആരുടെ കാലത്തായിരുന്നു? ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത്. അപ്പൊ ശ്രീ ചിത്തിരാ തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് 1940 പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ പണിതീർത്തതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഏത്? നമ്മുടെ പള്ളിവാസൽ. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ചെങ്കുളം എന്നാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ്. ഇത് 1954 ചെങ്കുളം പദ്ധതി 1954 ഇടുക്കി ജില്ലയിൽ തന്നെയാണ്, മുതിരപ്പുഴയിലാണ്. എവിടെയാണ്? മുതിരപ്പുഴ ട്ടോ, മുതിരപ്പുഴയാണ്. ഇതും മുതിരപ്പുഴ തന്നെയാണ് അല്ലെ. അതായത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940 പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലെ ശ്രീ ചിത്തിരാ തിരുനാളിന്റെ കാലത്ത്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം 1954 ഇടുക്കി ജില്ലയിൽ മുതിരപ്പുഴയിൽ തന്നെ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ഇടുക്കി എന്നാണ്. ഇത് ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിലാണ്. ഇനി ഇത് നിലവിൽ വന്നത് 1975 ഒക്ടോബർ 4-നാണ്. 1975 ഒക്ടോബർ 4-നാണ്. ഇതിന്റെ സ്ഥാപിത ശേഷി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, 780 മെഗാവാട്ടാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. ഇത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നിർമ്മിച്ചേ? കാനഡയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. കാനഡയുടെ സഹായത്തോടു കൂടി ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയില് നമ്മൾ നിർമ്മിച്ചതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. 1975 ഒക്ടോബർ 4-നാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 780 മെഗാവാട്ടാണ് ഇതിന്റെ സ്ഥാപിത ശേഷി. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി, ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി അല്ലേ പഠിച്ച്? രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. എന്താ അതിന്റെ പേര്? ശബരിഗിരി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. പത്തനംതിട്ട ജില്ലയിൽ പമ്പ, കക്കി നദികളിലായിട്ടാണ് ഇത്. ഏതൊക്കെ നദികളിലാണ്?
പമ്പാ നദിയിലും കക്കി നദിയിലും. ഇത്ര കാര്യം ക്ലിയർ ആയോ? കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ കൂടുതലുള്ള നദി പെരിയാറ്, ജലവൈദ്യുത പദ്ധതികൾ കൂടുതലുള്ള ജില്ല ഇടുക്കി. പവർ ഹൗസ് ഓഫ് കേരള ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940 പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്താണ് പള്ളിവാസൽ പണി കഴിപ്പിക്കുന്നത്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ്. 1954 ഇടുക്കിയിലാണ്. അതും പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. നിർമ്മിച്ചത് കാനഡയുടെ സഹായത്തോടു കൂടിയാണ്. പെരിയാർ നദിയിലാണ്. 1975 ഒക്ടോബർ 4 ഉദ്ഘാടനം നിലവിൽ വന്നത്. 780 മെഗാവാട്ടാണ് അതിന്റെ സ്ഥാപിത ശേഷി. അടുത്ത കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി, പത്തനംതിട്ട ജില്ലയിൽ. ഏത് ജില്ലയിലാ? പത്തനംതിട്ട ജില്ലയിൽ പമ്പ, കക്കി നദികളിലായിട്ടാണ് എന്ത് നമ്മുടെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരി. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്തത് നമ്മള് ഈ വൈദ്യുത പദ്ധതികളെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അഥവാ KSEB. എന്നാൽ KSEB നിലവിൽ വന്നത് അതിന്റെ ഡേറ്റ് അത് എങ്ങനെ, വർഷം, മാസം, ദിവസം അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1957 മാർച്ച് 31 കേരളത്തില് KSEB നിലവിൽ വന്നത്. KSEBയുടെ കീഴിലെ കേരളത്തിൽ 14 ജലവൈദ്യുത പദ്ധതികളുണ്ട്. എത്രണ്ണം? 14 ജലവൈദ്യുത പദ്ധതികളുണ്ട്. KSEBയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്തെ വൈദ്യുതി ഭവനാണ്. KSEBയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്ത് വൈദ്യുതി ഭവനാണ്. KSEBയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പട്ടം വൈദ്യുതി ഭവനാണ്. KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ, KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര് ഒരുമ എന്നാണ്. KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? ഒരുമ എന്നാണ്. എന്താണ്? ഒരുമ. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഒന്നും കൂടെ പറഞ്ഞേ. കേരളത്തില് നമ്മുടെ വൈദ്യുത പദ്ധതികളെ നിയന്ത്രിക്കുന്ന കേരള ഗവൺമെന്റിന്റെ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 1957 മാർച്ച് 31 നിലവിൽ വന്നു. 14 ജലവൈദ്യുത പദ്ധതികൾ KSEBയുടെ കീഴിലുണ്ട്. പട്ടത്ത് വൈദ്യുതി ഭവനാണ് KSEBയുടെ ആസ്ഥാനം. KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര് ഒരുമ എന്നാണ്. എന്താണ്? ഒരുമ. ഇനി കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന, പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അതിന്റെ പേര് മണിയാർ എന്നാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പാ നദിയിലാണ്. മണിയാറാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. ഏതാണ് നദി? പമ്പാ നദിയിലാണ്. ഇതെന്താണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തേത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തേത്, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിങ്ങനെ പറയണം, കുത്തുങ്കൽ. എന്താണ്? കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി. ഇത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ ഏത് നദിയിലാണ്? പന്നിയാർ നദിയിലാണ്. ഏത് നദിയാണ്? പന്നിയാർ നദിയിലാണ്. ഇനി അതുപോലെ തന്നെ കേരളത്തിലെ മൂന്നാമത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള ജലവൈദ്യുത പദ്ധതിയുടെ പേര് ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി എന്നാണ്. ഉള്ളുങ്കൽ. എന്താ അതിന്റെ പേര്? ഉള്ളുങ്കൽ. അത് എവിടെ തന്നെയാണ്? പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. കക്കാട് നദിയിലാണ്. എവിടെയാണ്? കക്കാട് നദി. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പാ നദിയിലാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുത്തുങ്കൽ പറയും. അത് ഇടുക്കി ജില്ലയിലാണ്, പന്നിയാർ നദിയിലാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ മൂന്നാമത്തെ ജലവൈദ്യുത പദ്ധതി ഉള്ളുങ്കലാണ്, പത്തനംതിട്ട ജില്ലയിലാണ്, കക്കാട് നദിയിലാണ്. ഏത് നദിയിലാണ്? കക്കാട്. ഒന്നും കൂടെ പറഞ്ഞപ്പോ 1957 മാർച്ച് 31 KSEB നിലവിൽ വന്നത്. KSEBയുടെ കീഴിൽ 14 ജലവൈദ്യുത പദ്ധതികളുണ്ട്.
KEC-Bിയുടെ ആസ്ഥാനം വൈദ്യുതി ഭവൻ അല്ലെ, പട്ടം വൈദ്യുതി ഭവനാണ്. KEC-Bിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? ഒരുമ എന്നാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. അത് പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയിലാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി, സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കലാണ്. ഇടുക്കി ജില്ലയിൽ പന്നിയാർ നദിയിലാണ്. സ്വകാര്യ മേഖലയിലെ മൂന്നാമത്തെ ജലവൈദ്യുത പദ്ധതി ഉള്ളുങ്കലാണ്. പത്തനംതിട്ട ജില്ലയിൽ കക്കാട് നദിയിലാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി കേരളത്തിൽ സ്വന്തമായി വൈദ്യുത വിതരണം നടത്തുന്ന, കേരളത്തില് സ്വന്തമായിട്ട് വൈദ്യുത വിതരണം നടത്തുന്നു, വൈദ്യുത വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം തൃശൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിൽ സ്വന്തമായി വൈദ്യുത വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ, കേരളത്തിൽ സ്വന്തമായി വൈദ്യുത വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ചോദിക്കാം. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപാദനം, കേരളത്തിലെ സ്വന്തമായിട്ട് കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപാദനം നടത്തുന്നു കേട്ടോ. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപാദനം നടത്തുന്നത് ഏത് ഗ്രാമപഞ്ചായത്താണ് എന്ന് ചോദിക്കാന്ന് വിചാരിക്കാം. ഏത് ഗ്രാമപഞ്ചായത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? മാങ്കുളം പഞ്ചായത്താണ് എന്ന് പറയണം. മാങ്കുളം പഞ്ചായത്ത് എവിടെയാന്ന് അറിയാം നിങ്ങൾക്ക്? ഇടുക്കിയിലാണ്. അപ്പൊ കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂര്, കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം മൂലമറ്റം നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. അത് നമ്മൾ മൂലമറ്റം പഠിച്ചു. എന്നാൽ ഒന്നും കൂടി ഇവിടെ ഓർത്തു വെച്ചോളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം, ഭൂഗർഭ ജലവൈദ്യുത നിലയം ഇടുക്കിയിലെ മൂലമറ്റമാണ്. എവിടെയാണ്? മൂലമറ്റം എവിടെയത്? ഇടുക്കി. മൂലമറ്റം ഇടുക്കിയാണ് കേട്ടോ. ഇനി ഉറുമി ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ട്. ഉറുമി എന്ന് പറഞ്ഞിട്ട് ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ട്. ഇത് എവിടെയാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കോഴിക്കോട് ജില്ലയിലാണ്. എവിടെയാണ്? കോഴിക്കോടാണ്. ആരുടെ സഹായത്തോടു കൂടിയാ നിർമ്മിച്ചറിയോ? ചൈനയുടെ സഹായത്തോടു കൂടി. അതുപോലെ പരീക്ഷയ്ക്ക് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേര് കുറ്റ്യാടി എന്നാണ്. കുറ്റ്യാടി കോഴിക്കോടാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി കൂടിയാണ്, കോഴിക്കോടാണ്. അപ്പൊ പറഞ്ഞു ഒന്നും കൂടിയും, കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂര്, വൈദ്യുത ഉൽപാദനം നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഇടുക്കിയിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം ഇടുക്കി, ഉറുമി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലാണ്, ചൈനയുടെ സഹായത്തോടുകൂടി നിർമ്മിച്ചതാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേര് കുറ്റ്യാടി എന്നാണ്, കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ ഇത്രയാണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച്. ഇനി അടുത്ത താപവൈദ്യുതി, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, അങ്ങനെയുള്ള കാറ്റഗറികളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.